നമസ്കാരം. കോഴിക്കോട് മലപ്പുറത്തോടെന്ന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ പരോക്ഷ വിമർശനം നടത്തിയ മുഷാവറ അംഗം മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തു. ബുധനാഴ്ച കോഴിക്കോട് ചേർന്ന സംസ്ഥാന മുഷാവറ യോഗത്തിലാണ് തീരുമാനം. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പരസ്യമായി വിമർശിച്ചിട്ടും നടപടിയെടുക്കാത്ത സമസ്ത പരോക്ഷ വിമർശനത്തിൽ നടപടിയെടുത്തത് ഏകപക്ഷീയമാണെന്ന് പറഞ്ഞ് സംസ്ഥാന മൂന്നാം വാർഷികത്തിന്റെ സ്വാഗത സംഘം രൂപവത്കരിച്ചത് ലീഗ് അനുകൂലികൾ ബഹിഷ്കരിച്ചു. മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ നദവി, SYS നേതാക്കളായ മുഹമ്മദ് കൊട്ടൂർ, നാസർ ഫൈസി കൂടത്തായി ഉൾപ്പെടെയുള്ളവരാണ് യോഗം ബഹിഷ്കരിച്ചത്. SYS സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ചുമതല വഹിക്കുന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ യോഗത്തിനെത്തിയില്ല. 5 ദിവസം മുമ്പ് മലപ്പുറം നടന്ന യോഗത്തിലാണ് സമസ്ത ലീഗ് തർക്കം പരാമർശിച്ചുകൊണ്ട് മുസ്തഫൽ ഫൈസിയുടെ പരാമർശം. മുസ്ലിം സമുദായം നിലകൊള്ളുന്നത് മുസ്ലിം ലീഗുമായുള്ളത് കൊണ്ടാണെന്നും 10,000-കണക്കിന് മദ്രസകളുടെ നടത്തുന്ന ലീഗുകാരാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അവരെ മാറ്റി നിർത്തിയുള്ള നിലനിൽപ്പ് സമസ്തയെ ആർക്കും ഇല്ല. വൈകിയ സമയത്ത് കടന്നു വന്നവർക്ക് ഇതൊന്നും അറിയില്ല. വണ്ടിയിൽ വൈകി കയറിയവരല്ല. ദിശാബോധം നൽകേണ്ടത് ആദ്യം കയറുന്നവർ പറയുന്നിടത്തേക്കാണ് വണ്ടി ഓടിക്കേണ്ടതെന്നായിരുന്നു മുസ്തഫൽ ഫൈസിയുടെ പ്രസംഗത്തിന്റെ പരാമർശം. ഇതിൽ വണ്ടിയിൽ വൈകിയെത്തി എന്ന് ജിഫ്രി തങ്ങൾക്കെതിരെയാണ് അദ്ദേഹത്തിന്റെ ആനുകൂലികൾ വിശദീകരിക്കുന്നത്. മുഷാവറ യോഗത്തിൽ ലീഗ് വിരുദ്ധരാണ് ഈ വിഷയം ഉന്നയിച്ചത്. പിന്നാലെ നടപടിയിലേക്ക് നീങ്ങി. മുഷാവറ അംഗം ഉമ്മർ ഫൈസി മൂക്കം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാസി സ്ഥാനത്തേക്കുള്ള യോഗ്യത പരസ്യമായി ചോദ്യം ചെയ്തിട്ടും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതെ പരോക്ഷ വിമർശനത്തിനെടുത്ത ഈ നടപടി തികച്ചും ശരിയല്ലെന്നാണ് ലീഗ് അനുകൂലികൾ പറയുന്നത്. മാത്രമല്ല, ഉമർ ഫൈസിക്കെതിരെ നടപടി വേണമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. സമവായത്തിലെത്തിയ സംസ്ഥാന ലീഗ് തർക്കം മുസ്തഫൽ ഫൈസി സസ്പെൻഷനോടെ വീണ്ടും വഷളാവാൻ സാധ്യത